നമസ്കാരം. സ്പീഡ് ന്യൂസ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനത്തിന് ഇനി 5 നാൾ. 7 ഘട്ടങ്ങളിലായി നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടം നാളെ. വോട്ടെണ്ണൽ ഡ്യൂട്ടിയുമായി ബന്ധപ്പെട്ട പരിശീലന ക്ലാസ്സിൽ പങ്കെടുക്കാതിരുന്ന ഉദ്യോഗസ്ഥർക്ക് ജില്ലാ കളക്ടർ കാരണം കാണിക്കൽ നോട്ടീസ് നൽകി. തൃശൂർ പൂങ്കുന്നം ഉദയാനഗറിൽ സെപ്റ്റിക് മാലിന്യം തട്ടാനെത്തിയ ടാങ്കർ ലോറി തോട്ടിലേക്ക് മറിഞ്ഞു. വാഹനം തോട്ടിൽ നിന്ന് കയറ്റിക്കൊണ്ടുപോകാനുള്ള ശ്രമം പ്രദേശവാസികൾ തടഞ്ഞു. തൃശൂർ SRV സംഗീത കോളേജ് കെട്ടിടം അപകടാവസ്ഥയിൽ. ക്ലാസ് മുറിയുടെ തൂണിൽ വിള്ളൽ വീണു. കെട്ടിടത്തിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്ന ആവശ്യം ശക്തം. കണ്ണാറ്റുപാടം സ്കൂളിന് സമീപം പുലിയിറങ്ങിയിട്ടും അധികൃതരുടെ ഭാഗത്തുനിന്ന് നടപടിയുണ്ടാകാത്തതിൽ പ്രതിഷേധം. തോട്ടങ്ങളിലെ അടിക്കാടുകൾ വെട്ടിമാറ്റാത്തതിനാൽ വന്യമൃഗങ്ങൾക്ക് സുരക്ഷിത താവളമാകുന്നുവെന്ന് ആക്ഷൻ കൗൺസിൽ. കുന്നംകുളം ഗുരുവായൂർ റോഡിൽ നിയന്ത്രണം വിട്ട ലോറി ബൈക്കിൽ ഇടിച്ച് അപകടം. അപകടത്തിൽ ബൈക്ക് യാത്രികന് ഗുരുതര പരിക്കേറ്റു. നാട്ടുകാർ പിന്തുടർന്ന് പിടികൂടിയ ലോറിയെയും ഡ്രൈവറെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. ബോഡി ബിൽഡിംഗിൽ ഉയരങ്ങൾ കീഴടക്കി ചുറ്റുപാറ സ്വദേശി. മിസ്റ്റർ ഇന്ത്യ പട്ടം നേടിയ എയർഫോഴ്സ് ഉദ്യോഗസ്ഥനായ തിരൂർ ചുറ്റുപാറ സ്വദേശി വേളാശ്ശേരി വീട്ടിൽ നിതിൻ ബാബുവാണ് നാടിന്റെ അഭിമാനമായി മാറിയത്. റോഡ് വികസനത്തിന്റെ ഭാഗമായി ചെറുതുരുത്തി ചുങ്കത്ത് 32 വർഷം മുൻപ് സ്ഥാപിച്ച മഹാത്മാഗാന്ധി, ജവഹർലാൽ നെഹ്റു, ഇന്ദിരാഗാന്ധി, രാജീവ് ഗാന്ധി എന്നിവരുടെ ഛായാചിത്രങ്ങൾ ആലേഖനം ചെയ്ത സ്മൃതി മണ്ഡപം പൊളിച്ചുമാറ്റി. ചെറുതുരുത്തി പൊന്നാനി പാതയുടെ വികസനത്തിന്റെ ഭാഗമായാണ് കോടതി വിധിയെ തുടർന്ന് സ്തൂപം പൊളിച്ചുമാറ്റിയത്. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ കടവല്ലൂർ സ്വദേശിയെ കാപ്പ നിയമപ്രകാരം ജയിലിൽ അടച്ചു. കടവല്ലൂർ പടിഞ്ഞാറ്റിമുറി സ്വദേശി കൊട്ടിലിങ്ങൽ വീട്ടിൽ അക്ഷയയെയാണ് കുന്നംകുളം സ്റ്റേഷൻ ഹൌസ് ഓഫീസർ UK ഷാജഹാന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. മോട്ടോർ ഉയർത്തുന്നതിനിടയിൽ അബദ്ധത്തിൽ കിണറ്റിൽ വീണയാളെ കുന്നംകുളം അഗ്നിരക്ഷാസേന ഉദ്യോഗസ്ഥർ രക്ഷപ്പെടുത്തി. കടവല്ലൂർ സ്വദേശി കളത്തിൽ വളപ്പിൽ അനിൽകുമാറാണ് കിണറ്റിൽ വീണത്. പെരിഞ്ഞനം 4-ാം വാർഡിൽ കനത്ത മഴയിൽ വെള്ളക്കെട്ട് രൂക്ഷം. പുതുതായി നിർമ്മിച്ച കാന അശാസ്ത്രീയമായതിനാലാണ് വെള്ളം ഒഴുകിപ്പോകാത്തതെന്ന് പ്രദേശവാസികൾ. ലാൻഡേൺസ് മീഡിയയുടെ മികച്ച മാധ്യമ പ്രവർത്തകനുള്ള പുരസ്കാരത്തിന് TCV സീനിയർ റിപ്പോർട്ടർ ഋഷി എരുമപ്പെട്ടി അർഹനായി. സാമൂഹിക ജീവകാരുണ്യ വാർത്തകൾക്ക് നൽകുന്ന പ്രാധാന്യമാണ് ഋഷി എരുമപ്പെട്ടിയെ പുരസ്കാരത്തിന് അർഹനാക്കിയത്. ചേലക്കര കുറുമലയിലെ 30 ഏക്കർ കൃഷിയിടത്തിൽ കുഞ്ഞു ഇനത്തിൽപ്പെട്ട നെൽവിത്ത് പാകി. വിരിപ്പ് കൃഷിക്കായി ഞാറ്റടി തയ്യാറാക്കുന്നതിനുള്ള വിത്ത് പാകൽ ചേലക്കര കൃഷി ഓഫീസർ CR രേഖ നിർവഹിച്ചു. CITU സ്ഥാപക ദിനത്തിന്റെ ഭാഗമായി നാട്ടിക ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പൊതുയോഗം സംഘടിപ്പിച്ചു. CITU സംസ്ഥാന കമ്മിറ്റി അംഗം NK അക്ബർ MLA ഉദ്ഘാടനം ചെയ്തു. വാളാനി വിഷ്ണുമായ ക്ഷേത്ര ഹാളിൽ സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ MK ശ്രീജ ഉദ്ഘാടനം ചെയ്തു. CBSE അധ്യാപകർക്കായി 35,000 മണിക്കൂർ ട്രെയിനിംഗ് പൂർത്തിയാക്കി തൃശൂർ സെൻട്രൽ സഹോദയ. ഓരോ അധ്യാപകനും 4 ദിവസത്തെ ട്രെയിനിംഗ് ആണ് പൂർത്തിയാക്കിയത്. നാടിപ്പാറ പിറവി കലാ സാംസ്കാരിക വേദി ആൻഡ് വായനശാലയുടെ ഭാരവാഹിയായിരുന്ന NM ബേലുക്കുട്ടിയുടെ 1-ാം ചരമവാർഷികത്തിന്റെ ഭാഗമായി അനുസ്മരണ യോഗം സംഘടിപ്പിച്ചു. CPM കൊടകര ഏരിയ സെക്രട്ടറി PK ശിവരാമൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. പ്രഥമ ഓൾ കേരള പ്രൈസ് മണി ആർച്ചറി മത്സരം നാളെ മുണ്ടൂരിൽ നടക്കും. നിർമ്മൽ ജ്യോതി സെൻട്രൽ സ്കൂളിൽ നടക്കുന്ന ആർട്ടമിസ് ഗ്രാൻഡ് ടൂർ ലീഗിൽ വിവിധ ജില്ലകളിൽ നിന്നായി 8 വയസ്സ് മുതൽ 44 വയസ്സ് വരെയുള്ള 100-ലധികം മത്സരാർത്ഥികൾ പങ്കെടുക്കും. CITU വാർഷിക ദിനാചരണത്തോടനുബന്ധിച്ച് വടക്കാഞ്ചേരി പഞ്ചായത്ത് കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആനപ്പറമ്പ് GGLP സ്കൂൾ പരിസരം ശുചീകരിച്ചു. CITU പഞ്ചായത്ത് കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാൻ KP മദനൻ ശുചീകരണ ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തു. പുത്തൂർ വെട്ടൂക്കാടിൽ ശക്തമായ മഴയിൽ വീടിന്റെ ചുമർ ഇടിഞ്ഞു വീണു. ഇരട്ടേംപറമ്പിൽ അജിത്തിന്റെ വീടിന്റെ അടുക്കള ഭാഗത്തെ ചുമരാണ് ഇടിഞ്ഞു വീണത്. മാള പഞ്ചായത്തിൽ ജൽജീവൻ മിഷൻ പദ്ധതി അവലോകന യോഗത്തിലെ തീരുമാനങ്ങളിൽ നടപടി വൈകുന്നു. VR സുനിൽകുമാർ MLAയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലെടുത്ത തീരുമാനങ്ങൾ ജൽജീവൻ മിഷൻ പദ്ധതി ഉദ്യോഗസ്ഥരും കരാറുകാരും നടപ്പാക്കിയില്ലെന്ന ആക്ഷേപം. അതിരപ്പള്ളി വൈശ്ശേരിയിൽ കാട്ടാനക്കൂട്ടം കാർഷിക വിളകൾ നശിപ്പിച്ചു. തേവാലി അരവിന്ദാക്ഷന്റെ കൃഷിയിടത്തിലെ 50ഓളം വാഴകൾ കാട്ടാനക്കൂട്ടം കുത്തിമറിച്ചിട്ടു.
രാമവർമ്മപുരം പോലീസ് അക്കാദമിയിൽ ഉദ്യോഗസ്ഥയ്ക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തിയ കേസിലെ പ്രതിയായ അക്കാദമി ഓഫീസർ കമാൻഡന്റ് പ്രേമൻ ഒളിവിൽ പോയി. വിയൂർ പോലീസ് കേസെടുത്തതിന് പിന്നാലെയാണ് ഇയാൾ ഒളിവിൽ പോയത്. +2 പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ തൃശൂരിലെ കെമിസ്ട്രി അധ്യാപക കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ അനുമോദിച്ചു. തൃശൂർ സെന്റ് തോമസ് കോളേജിൽ നടന്ന മെറിറ്റ് ഡേ റവന്യൂ മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. പാവറട്ടി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു. മുൻ MLA PM മാധവൻ ഉദ്ഘാടനം ചെയ്തു. കേരള തീരത്തിനരികെ ചക്രവാത ചുഴി രൂപപ്പെട്ടു. ഞായറാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തൃശൂർ സെന്റ് മേരീസ് ITIയിൽ ലോക പുകയില വിരുദ്ധ ദിനം ആചരിച്ചു. ക്യാമ്പയിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ബൈക്ക് റാലി വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസ് കോനിക്കര ഫ്ളാഗ് ഓഫ് ചെയ്തു. കുടുംബശ്രീയുടെ മറവിൽ തട്ടിപ്പ് നടത്തിയവർക്കെതിരെ നടപടിയെടുക്കാത്തതിൽ പ്രതിഷേധിച്ച് BJP പറപ്പൂക്കര പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചു. പറപ്പൂക്കര പഞ്ചായത്ത് ആലത്തൂർ 8, 9 വാർഡുകളിൽ നിന്നായി എടുക്കാത്ത ലോണിന്റെ പേരിൽ സെൻട്രൽ ബാങ്കിന്റെ കൊടകര ശാഖയിൽ നിന്ന് ജപ്തി നടപടിയുണ്ടായ സാഹചര്യത്തിലാണ് പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചത്. ഇരിങ്ങപ്പുറം മണിഗ്രാമം മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ഭാഗവത സപ്താഹത്തിന് തുടക്കമായി. സ്വാമി കൃഷ്ണാനന്ദ സരസ്വതിയാണ് യജ്ഞാചാര്യൻ. ഗിരീഷ് ശർമ്മ കാരാംകുറിശി സഹ ആചാര്യനായി. പെരുവനം ഗ്രാമസഭയുടെ നേതൃത്വത്തിൽ നടത്തുന്ന സോമയാഗത്തിന്റെയും അഗ്നിയാധാനത്തിന്റെയും വിളംബര കർമ്മം നടന്നു. പെരുമ്പടപ്പ് വൈദികൻ ഋഷികേശൻ സോമയാജിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് വിളംബര കർമ്മം നടന്നത്. ചിത്രകാരനും ഗ്രന്ഥകർത്താവും അധ്യാപകനുമായ ഡോക്ടർ ജെയിംസ് ചിറ്റിലപ്പള്ളിയുടെ ചിത്രശില്പ ഫോട്ടോഗ്രാഫി പ്രദർശനം മയൂഖം ചാലക്കുടി ചോല ആർട്ട് ഗ്യാലറിയിൽ ആരംഭിച്ചു. 4 ദിവസം നീളുന്ന പ്രദർശനം സനീഷ് കുമാർ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. കലാപ്രദർശനം ജൂൺ 3 സമാപിക്കും. സ്പീഡ് ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.